السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. വിശുദ്ധമായ ദുൽഹിജ്ജ മാസം അതിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഉള്ള ദിവസങ്ങളാണെന്ന് നമുക്കറിയാം. വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറഞ്ഞ 10 രാത്രികൾ അത് ദുൽഹിജ്ജ തുടക്കത്തിലുള്ള 10 ദിവസങ്ങളാണ്. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അയ്യാമും മഅലൂമാത്ത് എന്ന് പറഞ്ഞ് മഹത്വപ്പെടുത്തിയ ആ ദിവസങ്ങൾ അത് ദുൽഹിജ്ജ 10 ദിവസങ്ങളാണ്. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മാസം ഇതിൽ എല്ലാ നന്മകളും പ്രധാനപ്പെട്ട എല്ലാ ഇബാദത്തുകളും അടങ്ങിയിട്ടുള്ള മാസമാണ്. അതിൽ തന്നെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ്. നോമ്പും നിസ്കാരവും സദഖയും ഹജ്ജും ദിക്റും ഖുർആൻ പാരായണവും തക്ബീറും ദുആയും തൗബയും ഇസ്തിഗ്ഫാറും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും കുടുംബബന്ധം പുലർത്തലും ജനങ്ങൾക്ക് നന്മ ചെയ്യലും എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂടുന്ന പ്രത്യേക ദിവസങ്ങൾ അത് നമ്മൾ മുതലെടുക്കുകയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിൻ അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ ദിവസങ്ങളിൽ തക്ബീറുകൾ കൊണ്ടും തഹ്മീദുകൾ കൊണ്ടും മറ്റ് ഇബാദത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എന്തെങ്കിലും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പൊരുത്തപ്പെടിയിച്ച് മനസ്സിനെ സംശുദ്ധമാക്കേണ്ടുന്ന മാസമാണ്. മൻ കാനത ഇൻദഹു മദ്ലിമത്തുൻ ലി അഖീഹി ഫലിയതഹല്ലൽഹു മിൻഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മകൾ, പ്രത്യേകിച്ച് നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി വമാ യസാലു ഇൻദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. സുന്നത്തായ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും. സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ടുന്ന സമയങ്ങളാണ്. അങ്ങേയറ്റം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് നോമ്പുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യസൂമു തിസ്അ ദുൽഹിജ്ജ മാസം 9 ദിവസവും നോമ്പ് നോക്കാറുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അറഫ ദിവസമെങ്കിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കണം. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു വസ്സനത്തല്ലത്തി ബഅദഹു. അറഫ ദിവസത്തിൻ്റെ നോമ്പിന് വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന അത്ര വേറൊരു ദിവസമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തിൻ്റെ ദുആയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം. ചുരുക്കി പറഞ്ഞാൽ ഈ 10 ദിവസങ്ങൾ, അതിൽ തന്നെ അറഫ ദിവസം
എല്ലാ മഹത്വങ്ങളും അടങ്ങിയ ദിനരാത്രങ്ങളാണ് നമ്മളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കൂടുതലായി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.